നോമിനേഷൻ 12:50 കൊടുത്തു കഴിഞ്ഞാൽ ഒരു റോഡ് ഷോ ഉണ്ടെന്നാണ് സംഘാടകർ പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ കാര്യങ്ങളൊക്കെ സംഘാടകർ അവിടെ അനൗൺസ് ചെയ്യും. തീർച്ചയായിട്ടും ഈ മത്സരം കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ സുവർണ്ണ ലിപികളിൽ രേഖപ്പെടുത്തുന്ന ഒന്നായിരിക്കും. സ്ഥാനാർത്ഥിയായ എനിക്ക് ഇലക്ഷൻ കമ്മിറ്റികളൊന്നുമില്ല, വാർഡ് കമ്മിറ്റി പോലുമില്ല. പക്ഷേ UDFൻ്റെ എനിക്ക് പിന്തുണ UDFൻ്റെ കമ്മിറ്റികളൊക്കെ അവിടെയുണ്ട്. അവരെല്ലാം അതിനു വേണ്ടി പ്രവർത്തിക്കുന്നുണ്ടാവും. പക്ഷേ എനിക്കായി ഞാനൊരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് അതുപോലെ തന്നെ ജയിച്ച അസംബ്ലിയിൽ ചെന്നാൽ ഈ തരത്തിലുള്ള പൊതു വികാരങ്ങളാണ് നമ്മൾ പ്രയോജനപ്പെടുത്തുന്നത്. എല്ലാവരെയും ഒരുപോലെ കാണും. മുമ്പ് ഞാൻ 15 തവണ MLAയും 2 തവണ മിനിസ്റ്ററുമായിട്ട് ഈ മണ്ഡലത്തിൽ പോയപ്പോഴും എങ്ങനെയാണോ എല്ലാവരോടും പെരുമാറിയത് അങ്ങനെ തന്നെയായിരിക്കും പെരുമാറുന്നത്. വികസന പ്രവർത്തനത്തിന് യാതൊരു രാഷ്ട്രീയവുമില്ലാതെ തെളിയിച്ചത് ആ 15 വർഷമാണ്. അത് ഇനിയും അതിനേക്കാൾ ഭംഗിയായിട്ട് മുന്നോട്ട് പോകും. അതുകൊണ്ട് കൂടുതൽ സംസാരിക്കുന്നില്ല. വളരെ സന്തോഷത്തോടു കൂടി ജനകീയ സ്വതന്ത്രനായ ഞാൻ UDF പിന്തുണയ്ക്കുന്ന ഞാൻ നോമിനേഷൻ കൊടുക്കാൻ റിട്ടേണിംഗ് കമ്മീഷൻ്റെ മുന്നിലേക്ക് പോവുകയാണ്. 12:55 നോമിനേഷൻ നൽകാൻ ആഗ്രഹിക്കുന്നു. എല്ലാവരുടെയും പിന്തുണയും ആശീർവാദവും സ്നേഹവും ആശംസയും എല്ലാം അഭ്യർത്ഥിച്ചുകൊണ്ട് നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.